ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന, ബെനഡിക്റ്റ് പ്രയർ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷ 23-ാം ദിനം ഇന്ന് ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വചനം പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 2-3 വചനങ്ങളാണ്. അവിടെ കർത്താവ് 10 പ്രമാണങ്ങളിൽ ഏറ്റവും വലിയ കൽപ്പനയായി പറയുന്നു, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈശോയിൽ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തെ, എൻ്റെ സത്യദൈവം, എൻ്റെ ഏക ദൈവം, ആ ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, കൂദാശക്കെതിരായിട്ടുള്ള, ദൈവത്തിനെതിരായിട്ടുള്ള അനേകം ബ്ലാക്ക് മാസിൻ്റെയൊക്കെ അതിപ്രസരണം സംഭവിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് 20:2 ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവർ ദൈവപ്രമാണങ്ങളെ മുറുകെ പിടിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും ഉടമ്പടിയെ സ്നേഹിക്കുന്നവരുമായി നിന്നുകൊണ്ട് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായി മകളായി തീരുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങ് നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.